ഭജൻസ് പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ പാടാൻ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കീർത്തനങ്ങളാണെങ്കിലും പാട്ടുകളാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ലിറിക്സ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ പാടുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പ്രഷൻസ് നമ്മുടെ കാണികളുടെ ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവർക്കത് ഫീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഈ ഒരു ലിറിക്സിനെ ഡിപ്പെൻഡ് ചെയ്തും കൊണ്ടിരിക്കത്തില്ലേ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉറപ്പായിട്ടും. അതെ അതെ അതെ. ഇപ്പം എന്താ പറയേണ്ടത്, അത് രണ്ടും ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് ചില സമയങ്ങളിൽ നമുക്ക് ആ ഒരു ഇപ്പം നമ്മളിപ്പം ഹരിവണ തുമി അല്ലെ, എത്ര പേർക്ക് എൻ്റെ അർത്ഥം അറിയാം അല്ലെ? നിങ്ങൾ എക്സ്പ്രഷൻ നിങ്ങൾ അതിൽ വളർന്നേക്കുന്ന ആളായോണ്ട് അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ മറാഠിയ ബംഗാള് പാടുമ്പോഴത്തേനും ഇതിൽ പല ആൾക്കാർക്ക് ഇതിൻ്റെ അർത്ഥമേ അറിയത്തില്ല. പക്ഷേ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ആ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ ആ ഒരു മൂഡ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ആവും. ചിലപ്പോൾ ഞാൻ പാടുന്ന ചില അബംഗുകൾ മറാഠി ബംഗാൾ എനിക്ക് പോലും അറിയില്ല അർത്ഥം. പക്ഷേ എനിക്ക് അതിൻ്റെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ സത്ത അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്യം എന്താണ് അതെനിക്കറിയാം. അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് ചില പാട്ടുകൾക്ക് ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ഓരോ അബംഗങ്ങളെടുത്തിട്ട് ഞാൻ നോക്കും അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് അറിഞ്ഞിരിക്കണമല്ലോ, പാടുന്ന പാട്ടുകളല്ലെങ്കിൽ അപ്പോൾ നാമദേവ കീർത്തന കരി പ്രേമഭരി എന്നുള്ള പാട്ടുകളൊക്കെ ആദ്യം പാടുമ്പോഴേ ആൾക്കാർക്ക് പക്ഷേ അത് ഭയങ്കര സന്തോഷമാണ്. അത് രാഗത്തിൻ്റെ പ്രത്യേകതയാണോ അതിൻ്റെ ബീറ്റിൻ്റെ പ്രത്യേകതയാണോ അതോ നമുക്ക് ഓവറോൾ ആ ഒരു ഭജൻ്റെ ഭംഗിയാണോ എന്ന് അറിയില്ല. അതേസമയം ഇപ്പോൾ പറയരുതേ രാധ അറിയരുതേ എന്നുള്ള പാട്ട് റീസെൻ്റ്ലി ഞങ്ങളുടെ വൈറലായിരിക്കുന്ന പാട്ട് ദാസേട്ടനൊക്കെ പഴയ പാട്ട്, അപ്പം അത് കൂടുതൽ ആൾക്കാർ കണക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ലിറിക്കൽ ഭംഗിയും കൂടെ ഉണ്ട് ഉറപ്പായിട്ടും. അപ്പം ആൾക്കാർ ഇത്രയും എല്ലാവർക്കും അറിയാമെങ്കിലും പുതിയ ജനറേഷനൊന്നും ആ പാട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം പറയരുതേ രാധികരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം എന്നുള്ള ആ ഒരു പാട്ടിൻ്റെ നമ്മൾ യൂഷ്വൽ നമ്മൾ ഭജനയിൽ കേൾക്കുന്ന ഒരു വരികളല്ലല്ലോ. ഞാൻ ഈ അടുത്തിടയ്ക്ക് അറിഞ്ഞത് ആ ഒരു പാട്ട് മാത്രമുള്ള ആ സീരീസിൽ അവർ ഫസ്റ്റ് ബാക്കി എല്ലാ പാട്ടും ലിറിക്സ് എഴുതിയതിന് ശേഷം വരികൾ എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്തതാണ്. ഈ ഒരു പാട്ട് മാത്രമാണ് ട്യൂൺ ചെയ്തതിന് ശേഷം അവർ വരികൾ അതിന് വേണ്ടിയിട്ട് എഴുതിയ വരികൾ എഴുതിയത്. ഇത് മാത്രമാണ് അവർ ഇൻസ്പയർ ചെയ്തതും ഒരു ഖവാലി ഒരു പാട്ട് കണ്ടതിന് ശേഷം അതിനെ ട്യൂൺ ചെയ്തിട്ട് അതിന് വരികൾ എഴുതിയ പാട്ടാണ് പറയരുതേ രാധ അറിയരുതേ എന്നുള്ളത്. ഈയിടത്തെ ഞാൻ കണ്ടത്. നിങ്ങളുടെ ശ്രോതാക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം നേരിട്ട് ലൈവായിട്ട് കാണാൻ വരുന്ന ആൾക്കാരെ നിങ്ങൾ എന്തായാലും ആ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് അവർ ഏത് ഫീൽഡിലേക്കാണ് പോകുന്നതെന്നുള്ളത്. അവർ കൂടുതലും കണ്ടിട്ടുള്ളത് അവരൊരു സ്പിരിച്വൽ ഫീൽഡിലേക്ക് പോകുന്നതാണോ അതോ അവരൊരു റിലാക്സിങ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഫ്രീ ആ ഒരു രീതിയിലേക്ക് പോകുന്നതായിട്ടാണോ തോന്നിയിട്ടുള്ളത്? മിക്സ് രണ്ടും. അതായത് സ്പിരിച്വൽ അൾട്ടിമേറ്റ് എൻ്റെ ഒരു തിങ്കിങ് ആണ്. അത് ചിലരിന്ന് കരയുന്നുണ്ടാവാം, ചിലരിന്ന് സന്തോഷിക്കുന്നുണ്ടാവാം അല്ലേ, പല രീതിയിലുള്ള. നമ്മളെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് ദിവസവും വരുന്ന മെസ്സേജസ് പേഴ്സണലി അത് താങ്ക്ഫുൾ ടച്ച് അത് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് തന്നെ, അല്ലെങ്കിൽ അത് ഞങ്ങൾ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യമല്ല. ആൾക്കാർ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം ഇന്ന് വരുന്ന തൊട്ട് മുന്നേ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ഒരാൾക്ക് ഒന്ന് അതിന് ഡെലിവറിക്ക് മുന്നേ എന്നെ ഒന്ന് കാണണം, ദുബായിലുള്ള ഒരാളാണ്, എന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നു. അവർക്കുള്ള കിട്ടുന്ന സമാധാനം, അതുപോലെ ലൈഫിൽ ഭയങ്കരമായ സ്ട്രഗിൾ, കുട്ടികൾ മരിച്ചുപോയ ആൾക്കാർ, അപ്പം അവർക്കൊക്കെ കുറേ കാലമായിട്ട് ചിരിക്കാനേ ഒരു സന്തോഷമേ ഇല്ല. അവരവസാനം അവർക്ക് സന്തോഷം കിട്ടുന്നത് ഞങ്ങളുടെ പാട്ടുകൾ അവർക്ക് കേൾക്കാൻ തുടങ്ങിയത് തൊട്ടാന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജസും കമൻസും ഇങ്ങനെ ധാരാളം മെസ്സേജ് എല്ലാ ദിവസവും വരുന്നത്. ഇത് ശരിക്കും ഒരു വണ്ടറായിട്ടോ മിറാക്കിളായിട്ടോ നമ്മൾ ചെയ്യുന്ന എന്താ നമ്മൾ അറിയുന്നില്ലല്ലോ. അതായത് നമ്മളൊരു പാട്ട് പാടുന്നു, എൻജോയ് ചെയ്ത് പാടുന്നു, പക്ഷെ ആൾക്കാർക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്കത് തിങ്ക് ചെയ്യുന്ന നമുക്ക് വിചാരിക്കുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് അവിടെ ആൾക്കാർ അത് ഞങ്ങളെ ഒന്ന് കാണണം. അപ്പം ഇപ്പം ഇവരൊക്കെ നമ്മളുടെ പേഴ്സണലി ഭയങ്കര കണക്റ്റഡാണ്, കണ്ടിട്ടില്ലെങ്കിൽ പോലും. ഇവരുടെ ഒന്നെങ്കിൽ ഞാനൊരു ചേട്ടനായിരിക്കാം, അവരുടെ അനിയനായിരിക്കാം, അവരുടെ ഒരു കുടുംബത്തിലൊരു മെമ്പേഴ്സാണ്. ഞാൻ മാത്രമല്ല, ശ്രീലാലും അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളെ മൃദംഗം വായിക്കുന്ന ഉണ്ണിക്കുട്ടനാണെങ്കിലോ വയലും വായിക്കുന്ന ആൾ, എല്ലാവരും അവരുടെ കുടുംബത്തിലെ മെമ്പേഴ്സാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുമ്പോഴത്തേനും അവരുടെ ഫീലെന്ന് പറയുന്നത് അവർക്ക് കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തിരിക്കുന്ന റിലാക്സേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാർ അവർക്ക് നേരിട്ട് കാണുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഭയങ്കരമായൊരു ഹാപ്പിനെസ്, ഈ പറഞ്ഞ സന്തോഷം കൊടുക്കുന്നുണ്ട്. അതെനിക്കറിയാം. സ്പിരിച്വാലിറ്റി ഡെഫിനറ്റ്ലി ഉണ്ട്. സ്പിരിച്വാലിറ്റി നമ്മൾ ഡെലിവറി ചെയ്യേണ്ട ഫാക്ടറാണല്ലോ കാംനെസ്സും സമാധാനവും സന്തോഷമൊക്കെ അല്ലേ. ഈ നിങ്ങളുടെ ഭജൻസ് പല ആളുകളുടെയും മെൻ്റൽ ഹെൽത്തിനെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡോക്ടേഴ്സ് പേഴ്സണൽ മെസ്സേജ് ഉണ്ട്. അവരിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ
ഒരു ഡോക്ടറല്ല, എനിക്ക് കുറച്ച് ഡോക്ടേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുണ്ടെന്ന് ഇപ്പോൾ പാട്ട് കേൾക്കുന്നത്. അതൊരു ഡോക്ടർ വാലിഡേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ശരിക്കും മെൻ്റൽ ഹെൽത്ത്, അതേപോലെ തന്നെ ഇമോഷണൽ ഹീലിംഗ്, പല ഇതിപ്പോൾ എനിക്ക് മെസ്സേജുകൾ പണ്ട് വരാറുണ്ടായിരുന്നു. നിങ്ങളുടെ യാത്രാ വീഡിയോകൾ ഞാൻ എന്താ പറയുക, ഇമോഷണലി വീക്കായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ മനസ്സ് ചിന്തിച്ചിരിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ട് അങ്ങനെ. അപ്പം എൻ്റെയൊക്കെ ഒരു വീഡിയോ പോലെ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ഫീല് തരുന്ന നിങ്ങളുടെയൊക്കെ ഈ ഒരു ഭജൻസും പാട്ടുകളൊക്കെ ആളുകൾക്ക് ഏതൊക്കെ രീതിയിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതെ അതെ, അല്ല അതൊരു ദൈവാനുഗ്രഹം. അത് ഞാൻ അതിൽ വേറൊന്നും പറയുന്നില്ല. കാര്യം നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ലോ, നമ്മൾ പ്ലാൻഡ് ആയിട്ട് നമുക്ക് ഒരാളെ ഹീൽ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നൊന്നുമല്ലോ, അത് നാച്ചുറലി സംഭവിക്കുന്ന കാര്യമാണ്. അതെനിക്ക് തോന്നുന്നത് നമുക്ക് അതിനോടുള്ള ഇഷ്ടം കാരണം ആ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമ്മൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. ആ സന്തോഷം അവരിലെത്തുന്നു. അതൊന്നും